എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ഇപ്പൊ എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അവർ തമ്മിൽ നല്ല സ്നേഹമാണോ അതെങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോ കാണുന്നത് നിങ്ങൾക്ക് ടൈംലെസ് ആണ്. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളെ കാണുന്നത് അപ്പൊ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും. പിന്നെ ഇത് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല. റെസണേറ്റ് ആവണവർ എടുക്കാം. നിങ്ങളുടേതായ മെസ്സേജ് ഇതിലുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വിടാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. ഇതിലൊരു മെസ്സേജ് അയക്കാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും തരണം. അങ്ങനെ അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്ത് തരുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് ഒരു ചെറിയൊരു ഫീസ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫീസ് അടച്ചതിന് ശേഷം റീഡിങ് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണേ. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അത് നന്നായി പ്രാർത്ഥിച്ചിട്ട് കാണാം. നിങ്ങളുടെ പേഴ്സന്റെ പേരൊക്കെ നന്നായി പേഴ്സണെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള റീഡിങ് ആവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം റീഡിങ്ങിലേക്ക് പോവാണ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ എങ്ങനെയാണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ എങ്ങനെയാണ്? യൂണിവേഴ്സ് തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ എങ്ങനെയാണ്?
യൂണിവേഴ്സിന്റെ അപ്പൊ ഇവിടെ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ വന്നത് 9 ഓഫ് പെന്റക്കൽസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അവര് നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയണത്. അവര് നല്ല രീതിയിൽ പോകണമെന്നാണ് പറയണത്. അവര് കുറെ പേരുടെയൊക്കെ തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മില് കുറെ പേർക്കൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. ഇതിൽ ഒരുപാട് പേരുടെ എനർജി ഉണ്ടല്ലോ. അപ്പൊ കുറെ പേർക്കൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. കുറച്ചു പേർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടും പോകുന്നുണ്ട്. അപ്പൊ അവരുടെ ജീവിതം സുരക്ഷിതമായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെയൊക്കെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ അവർക്ക് സുഖമായിട്ട് പോകാനുള്ള സാധ്യത പറയുന്നുണ്ട്. ഒരുപാട് പൈസയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണത്. അവർക്ക് ഒരുപാട് സമ്പാദിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയണത് അവര്. മനസ്സിലായോ? പിന്നെ മൃഗങ്ങളോടൊക്കെ ഇഷ്ടമുള്ള ഒരാൾക്കാരാണ് അവര്. നല്ല പൈസയൊക്കെ ഉണ്ട്. സുഖ സൗകര്യങ്ങളോ സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ ആഡംബരമായിട്ടൊക്കെ ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നാണ് പറയണത്. സന്തോഷകരമായിട്ടാണ് അവരുടെ ജീവിതം പോണേന്നാണ് പറയുന്നത്. നല്ല സമ്പത്തുള്ള വ്യക്തിയാണ്. അവര് നല്ല സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് കുറച്ചു പേരുടെയൊക്കെ പോകുന്നത്. കുറച്ചു പേർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സോർട്സ് ആണ്. അത് ശക്തമായ ആദർശവാദിയായ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആള് പുലിനെയും കുറച്ച് ഗൗരവമൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. കുറച്ച് ഗൗരവമൊക്കെ ഉള്ള ഒരാളാണ്. മറ്റുള്ളവരിൽ നിന്നൊക്കെ ചിലര് തമ്മില് അവര് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ചില വ്യക്തികളെ, അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി കുറെ പേരുടെ എനർജി ഉണ്ട്. അപ്പൊ കുറച്ചു പേർക്കൊക്കെ അവർ നല്ല സ്നേഹത്തിൽ പോകുന്നുണ്ട്. കുറച്ചു പേർക്കൊക്കെ അവരിങ്ങനെ മാറിയിട്ട് നിൽക്കുന്നുണ്ട്. അവര് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളോടെ പോകുന്നുണ്ട്. ഭയങ്കര ധൈര്യം, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് അവര്. സ്വന്തം കഴിവിൽ തന്നെ ഒരുപാട് കഴിവൊക്കെ ഉണ്ട് അവർക്ക്. നല്ല പക്വതയുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ 6 ഓഫ് പെന്റക്കൽസ് ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് പെന്റക്കൽസ് എന്ന് പറയുമ്പം ഉദാരമായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള മനധൈര്യമൊക്കെ കൂട്ടാണ് അവരുടെ. അവരെന്തിനു വേണ്ടിയൊക്കെയാണ് ഇപ്പൊ അധ്വാനിക്കണം, അതിനൊക്കെ ഫലം കിട്ടാൻ പോവാണെന്നാണ് പറയുന്നത്. ജോലി ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് നന്നായിട്ട് അവര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ജോലി ചെയ്തിട്ട് എന്തെങ്കിലും പണം കിട്ടാണെങ്കിൽ അത് കിട്ടേ, അവർക്ക് ഇത്തിരി പൈസയൊക്കെ അവരെ കയ്യിൽ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ജോലിയിൽ പ്രൊമോഷൻ കിട്ടേ, ബിസിനസ്സിൽ നേട്ടം ഉണ്ടാവേ, സമ്മാനങ്ങൾ ലഭിക്കേ, അങ്ങനെയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാ. അങ്ങനെ കുറെ അവര് നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. ഒരുപാട് പൈസയൊക്കെ ഉള്ള ആൾക്കാരാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികളും ആണ്. അങ്ങനെ കുറച്ചു പേരുടെയൊക്കെ വ്യക്തി അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് കുറച്ചു പേരുടെയൊക്കെ. പിന്നെ ഇത് നിങ്ങളുടെ വ്യക്തി ഒരു ടീച്ചറാ, അഡ്വൈസറാ, പ്രീസ്റ്റാ, ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ വ്യക്തി. അവർക്ക് ഒരു അബണ്ടന്റ് വരാൻ പോകണമെന്നാണ് പറയണത്. മതപരമായ കാര്യങ്ങള്, സാമ്പത്തികം, പൊളിറ്റിക്കല്, സോഷ്യൽ, ഫാമിലി, മെഡിക്കല്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാവാം. അവര് ഇപ്പൊ ഒറ്റയ്ക്കുള്ള ഒരു സിംഗിൾ പേഴ്സൺ ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം വരണമെന്ന് പറയാം, പ്രൊപ്പോസൽ വരണമെന്ന് പറയാം. ഫിനാൻഷ്യലി നല്ല ഗുഡ് ടൈം ആണെന്നാണ് പറയണത്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നതാണ് പറയുന്നത്. ബാങ്കിലൊക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കഴിയണ ഒരു കാലമാണ് വരുന്നത്. നല്ല ഉപദേശമൊക്കെ നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരൊക്കെ ഉപദേശിക്കാനൊക്കെ, മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനൊക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാത്തിന്റെയും കീ ഇവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ എല്ലാ കാര്യത്തെ കുറിച്ചും നല്ല അറിവുള്ള വ്യക്തിയാണ്. നല്ലവണ്ണമൊക്കെ ചിന്തിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കുന്ന വ്യക്തിയാണ് കേട്ടോ.
ഇപ്പൊ അതാണ് നിങ്ങളുടെ വ്യക്തി. പിന്നെ വന്നതിന് 7 of Wands പോകുന്നുണ്ട്. 7 of Wands വരുമ്പോ അവര് ഒരു ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ കുറച്ച് സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ട് കുറച്ചു പേരുടെ. അപ്പൊ ഒരു എന്താ പറയാ, ഒരു തർക്ക വിഷയത്തിലാണ് അവര് കുറച്ചു പേരുടെയൊക്കെ നിൽക്കുന്നത്. കുറച്ചു പേർക്ക് നല്ല അവര് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. കുറച്ചു പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഒരു തർക്കങ്ങളാണ് തമ്മിൽ ചെറുതായിട്ട് ഒരു ബൗണ്ടറി ഒക്കെയാണ് അവരുടെ ചിലവരുടെ കുറച്ചു പേർക്കൊക്കെ നല്ല രീതിയിൽ. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അതെന്താണ്, അവരുടെ ചേഞ്ച്, അവരുടെ ടൈം ചേഞ്ച് ആവാൻ പോവാണെന്നാണ് പറയണത്. അപ്പൊ ഇനി അവരുടെ ഭാഗ്യമൊക്കെ ഇനി വരാൻ പോണെന്നാണ് പറയുന്നത്. ലൈഫിൽ നല്ലൊരു ചേഞ്ച് വരാൻ പോണെന്നാണ് പറയുന്നത്. അവർക്ക് അവര് വിശ്വസിക്കുന്ന ദൈവം അവരുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് നല്ലൊരു വഴികാട്ടിയായിട്ട്, അവരെ നേർവഴിയിലേക്ക് നയിക്കാനായിട്ട് അവരെ കൂടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അവര് വിളിക്കുന്ന ദൈവങ്ങളെ ഭൂമി വാങ്ങിക്കാനോ വിൽക്കാനോ അങ്ങനെയൊക്കെ സാധ്യത പറയാണ്. പിന്നെ വിദേശത്ത് പോവാനോ അങ്ങനെയൊക്കെ അവർക്ക് സാധ്യതയാണ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് എന്താ, ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോ അവര് ഒരു മനുഷ്യനെ, ഒരാളെ ഇങ്ങനെ മരത്തിൽ കെട്ടി തൂക്കിയിട്ട് കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഒരു പിക്ചറാണത്. ഈ വ്യക്തി ഇത്തിരി സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി കുറച്ച് സമാധാനമാണോ ആഗ്രഹിക്കണേ എന്നാണ് പറയുന്നത്. അപ്പൊ അവര് തമ്മിൽ കുറച്ചു പേരുടെയൊക്കെയാണ് കേട്ടോ. കുറെ പേരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. കുറച്ചു പേർക്ക് അവരിത്തിരി സമാധാനം ആഗ്രഹിക്കേണ്ടെന്ന് പറഞ്ഞപ്പോ ആ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് നല്ല അന്തസ്സായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങളെ ഇട്ടിട്ട് പോയ വേറൊരു തേർഡ് പാർട്ടീനെ കണ്ടപ്പോ അവരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചു പേരുടെ വ്യക്തിയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട്. അവർക്ക് ഇത്തിരി സമാധാനം കിട്ടണേന്നാണ് അവരുടെ പ്രാർത്ഥന. മനസ്സിലായോ? നിങ്ങളുടെ അടുത്ത് വലിയ ഈഗോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ പൂച്ചക്കുട്ടിയായിട്ടിരിക്കുന്നത്. ഈഗോ ഒക്കെ മാറി ഇപ്പൊ സ്പിരിച്വൽ ആയിട്ടുള്ള അവയർനെസ്സിനൊക്കെ ഫോക്കസ് ചെയ്യാണ്. ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യാണ്. റിലേഷൻഷിപ്പിൽ നിന്ന് ചിലര് കുറച്ചു പേർക്കൊക്കെ നല്ല രീതിയിൽ പോകണം. കുറച്ചു പേർക്കൊക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാണ്. പ്രസന്റ് എന്താണ് ഇപ്പൊ തൽക്കാലം ഒന്ന് മാറി നിൽക്കാണെന്നാണ് പറയണത്. ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ. ആകെ പ്രശ്നങ്ങളായിട്ട് കുറച്ചു പേർക്ക് അങ്ങനെ, കുറെ പേര് സുഖമായിട്ട് ജീവിക്കണം. കുറച്ചു പേർക്ക് അങ്ങനെ വളരെ പ്രശ്നങ്ങളോടെയാണ് അവര് കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് നല്ല ശരിയും തെറ്റൊക്കെ മനസ്സിലാക്കാനും അങ്ങനെ കഴിയുന്ന ഒരു വ്യക്തികളാണ് അവര്. നല്ലൊരു ഹൃദയത്തിന് ഉടമയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു അധികാരഭാവമൊക്കെ ഉള്ള ഒരാളാണ്. ഡിവൈൻ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ്. നല്ല ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവർ വളരെയധികം ഹൃദയാലുവാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കേട്ട് ഇമോഷൻ ആകുമെന്നാണ് പറയുന്നത്. ഒരു തീരുമാനം എടുക്കാനായിട്ട് കൺഫ്യൂഷനാണ് ഇപ്പൊ പറയുന്നത്. മറ്റുള്ളവരൊന്നും പറഞ്ഞത് അങ്ങനെ കേൾക്കൊന്നുമില്ല. അവരുടെ ഹൃദയം എന്താണ് പറയുന്നത് അതിനനുസരിച്ച് ടീച്ചറോ അല്ലെങ്കിൽ മിലിറ്ററിയോ പോലീസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം. മറ്റുള്ളവരൊക്കെ ഹീൽ ചെയ്യാനുള്ള കഴിവൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ട്. മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് നേർവഴി കാണിക്കാനൊക്കെ ഒരു കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് പറയണത്. ഈശ്വരാധീനം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് 2 മതത്തിൽ പെട്ടവർ തമ്മിലുള്ളൊരു മാരേജിനും സൂചിപ്പിക്കുന്നുണ്ട്. ചിലവർ അങ്ങനെയുള്ളവരും കാണുന്നുണ്ട്. 2 മതത്തിൽ പെട്ടവർ തമ്മിലുള്ള വിവാഹത്തിന് അങ്ങനെയുള്ളൊരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴേ നിങ്ങളുടേതായിട്ടുള്ള എനർജി വരുള്ളൂ. ഇത് ഒരുപാട് പേരുടെ എനർജി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാം റെസണേറ്റ് ആവില്ല കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് 8 of Wands ആണ് വന്നിരിക്കുന്നത്. എന്താണ്, ഒരു ട്രാവലിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കാലതാമസത്തിനും പോരാട്ടത്തിനൊക്കെ ശേഷമുള്ള പ്രവർത്തന കാലഘട്ടം, ഒരു ഐക്യത്തെയൊക്കെ സൂചിപ്പിക്കുന്നു. പ്രണയത്തിലേക്കുള്ളൊരു സാധ്യത. ഇപ്പൊ നിങ്ങളെ അകന്നിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവര് തമ്മില്
ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവര് ഒരുമിച്ച് അവര് ഒന്നിക്കാനുള്ളൊരു സാധ്യതയും പറയുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ കുറെ പേർക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുറച്ചു പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ടു ഓഫ് വൺസും വന്നിട്ടുണ്ട്. എന്താണ് ഒരു പുതിയ ഐഡിയ, സ്ഥിരോത്സാഹം, ധൈര്യം, ഇതൊക്കെയാണ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല വിജയം ഉണ്ടാവുന്നതാണ് പറയുന്നത്. ബിസിനസ്സിലും ലൈഫിലൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാവാൻ പോണെന്നാണ് പറയണത് അവർക്ക്. എല്ലാ കാര്യത്തിലും നല്ല ലാഭം ഉണ്ടാവും എന്ന് പറയണത്. ഇത്തിരി പൈസയൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ധൈര്യമൊക്കെ ഉള്ള ആൾക്കാരാണ്. പുതിയൊരു വഴി, പുതിയൊരു പാത, അല്ലെങ്കിൽ വിദേശത്തേക്ക് യാത്ര, ഇതൊക്കെയാണ് ഇനി പറയണത്. പിന്നെ വന്നിരുന്നത് സൺ കാർഡ് വന്നിട്ടുണ്ട്. സൺ കാർഡ് എന്ന് പറയുമ്പോ എന്താ, ഇതൊരു പുനർജന്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് ഇനി സക്സസും സന്തോഷവും സമാധാനവും ഒക്കെയാണ് അവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. വിജയമൊക്കെ അവർക്ക് ഉണ്ടാവാൻ പോകണമെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത്, അതിനൊക്കെ അവർക്ക് ഭാഗ്യം വരാൻ പോകുന്നു. അവരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വരാൻ പോകുന്നു. ജീവിതത്തിൽ വളരെ സന്തോഷവും ഭാഗ്യമൊക്കെ അവർക്ക് വരാൻ പോകുന്നു. അവര് നല്ല സ്നേഹത്തോടെയാണ് അവര് പോണേന്നാണ് അവര് പറയണത്. കുറെ പേർക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കാണ്. അപ്പൊ എല്ലാവരും എൻ്റെ റീഡിങ് ഒന്ന് പിന്നെന്താണ്, ഒരു പ്രകൃതിനെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവര്. വളരെയധികം സ്നേഹമുള്ള സ്ത്രീ എന്ന് പറയുന്നത്. അവരുടെ മനസ്സെന്താണ് പറയുന്നത് അതനുസരിച്ചൊക്കെ മുന്നോട്ട് പോയാൽ അവർ അങ്ങനെ മുന്നോട്ട് പോകണം. അവർക്ക് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ നല്ല സ്നേഹം പ്രകടിപ്പിച്ചൊക്കെ നടക്കണം. എല്ലാ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് പുറത്തേക്ക് ശാന്തത പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കാണ് അവര്. ഒരുപാട് ദയയുള്ള, അലിവുള്ള, നല്ല സ്നേഹമുള്ള നല്ല വ്യക്തികളാണ് അവര്. അവർ തമ്മിൽ വളരെ സന്തോഷത്തോടെയാണ് കുറെ പേർക്കൊക്കെ അങ്ങനെയാ പോകുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആരെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.